പരുമലയിൽ കേന്ദ്രമായി രൂപീകരിക്കപ്പെട്ട പട്ടികജാതി കൂട്ടായ്മയായ മഹാത്മാ അയ്യങ്കാളി പട്ടികജാതി വികസന സംഘം സമ്മേളനം സംഘടിപ്പിച്ചു. ക്ഷീരോത്പാദക സംഘം ഓഡിറ്റോറിയത്തിൽ പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. 1863 അയ്യങ്കാളിയുടെ ജന്മസമയത്ത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. മനുഷ്യനെ അയിത്തം കൽപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നത്. ആ ഒരു കാലത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നല്ല ഒരു നിലവാരമുള്ള ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച മഹാനായ ഒരു കർമ്മ പോരാളിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പറമ്പുകളിൽ നിങ്ങൾ കുറ്റിപ്പുൽ വളർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നിരക്ഷരനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിനുള്ള നേതൃപാഠവും കഴിവും ചങ്കൂറ്റവും കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലായാലും നമുക്കറിയാം നമുക്ക് മാറിമറയ്ക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. സ്കൂളിൽ കയറി വിദ്യാഭ്യാസം നടത്താൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റില്ലായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം, നിങ്ങൾക്കറിയാം ചരിത്രം അവർ പറയും, പഞ്ചമി എന്ന കുട്ടിയെ സ്കൂളിൽ കയറ്റുകയും പിന്നെ കൊല്ലത്ത് പെരിങ്ങനാട് നടന്ന കല്യാമാല സമരം, അങ്ങനെ ഒരുപാട് ചരിത്രമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. തിരുവനന്തപുരം രാജവീതികളിലൂടെ ആദ്യമായിട്ട് ഒരു അധികൃത വർഗൻ്റെ വലിയ വണ്ടി ഓടിച്ച് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ, രാജപ്രമുഖന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ അതിന്നും മായാ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെയെല്ലാം വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹിക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും കൊണ്ട് അന്ന് നേടിയെടുത്ത സൗകര്യങ്ങളുടെ അതിൻ്റെ ഒരു പ്രതിഫലമാണ് നമ്മൾ ഈ കാണുന്ന ഇന്ന് അനുഭവിക്കുന്ന ഓരോ വഴികളും. ഈ വഴികളിലൂടെ ഒരു പക്ഷേ ഇന്ന് നടക്കാൻ ഒരു 100 വർഷം മുമ്പ് നടക്കുവാനോ അമ്പലങ്ങളിൽ കയറുവാനോ സ്കൂളിൽ കയറുവാനോ ഒന്നും കഴിയാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച കർമ്മധീരനായ പോരാളിയുടെ പേരിൽ ഈ സ്ഥാപനം തുടങ്ങി. ഇതും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ഒക്കെ മുൻനിർത്തി മുന്നോട്ട് പോയി നമുക്ക് നല്ല സമൂഹത്തിൻ്റെ നല്ലൊരു സ്ഥിതിയിലേക്ക് നല്ലൊരു ഇപ്പോഴും എന്തെല്ലാം സംവരണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോഴും ചെറിയൊരു വിഭാഗം ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കാണുന്നതാണ്. നമ്മുടെ സ്റ്റേഷനിലായാലും പല അവസ്ഥയിലാണ് ലഹരിയുടെയും മറ്റ് അടിമപ്പെട്ട് ഇപ്പോഴും കുറച്ച് ശതമാനം ആളുകൾ, അവരെ കൂടെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് അവരെ ഉയർത്തെഴുതിക്കൊണ്ട് വരാൻ ഈ സൊസൈറ്റി കഴിയട്ടെ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സൊസൈറ്റി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സൊസൈറ്റി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. MACDS പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. തിരുവല്ല പട്ടികജാതി വികസന ഓഫീസർ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും യുവകവിയുമായ PK പീതാംബരൻ, MACDS രക്ഷാധികാരി രാമൻകുട്ടി, എക്സിക്യൂട്ടീവ് അംഗം K കൃഷ്ണൻകുട്ടി, MACDS ജോയിൻറ്റ് സെക്രട്ടറി സൗദാമിനി ഓമനക്കുട്ടൻ, MACDS മഹിളാ സംഘം സെക്രട്ടറി വത്സല ഗോപാലകൃഷ്ണൻ, MACDS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലീലാമ്മ അപ്പുക്കുട്ടൻ, MACDS വൈസ് പ്രസിഡന്റ് ബാലൻ KT, ജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഔട്ടാഘോഷ റാലി നടന്നു. പരുമല നവരത്ന മാലിക തിരുവാതിരയും നാടൻപാട്ടും അവതരിപ്പിച്ചു. 9 ന്യൂസ് തിരുവല്ല.